പ്രധാനപ്പെട്ട ഒരു വധക്കേസിൻ്റെ ശിക്ഷാവിധി ഇപ്പോൾ പുറത്തു വരികയാണ്. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ മുഖ്യപ്രതി ഷെബിൻ അഷ്റഫിന് 11 വർഷത്തെ തടവും 9 മാസം തടവും കോടതി വിധിച്ചിരിക്കുന്നു. രണ്ടാം പ്രതി ശിഹാബുദ്ദീന് 6 വർഷവും 6ാം പ്രതിക്ക് 3 വർഷവും 9 മാസം തടവും ശിക്ഷയുണ്ട്. കൂടാതെ പിഴത്തുകയും ഇവരുടെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി പറയുന്നു. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് വളരെ പ്രാധാന്യമുള്ള ഏറെ പ്രമാദമായ ഈ കേസിൻ്റെ വിധി പുറപ്പെടുവിച്ചത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചെയ്യുന്നു. ശിവദാസ്, പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തുന്നു. അതായത് മൂലക്കുരു ചികിത്സയുടെ അതിൻ്റെ ഒറ്റമൂലി തട്ടിയെടുക്കാനെന്നുള്ള പേരിലാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഒരു കൊലപാതക കേസിൽ മൃതദേഹമോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമോ ലഭിക്കാതെ പുറത്തു വരുന്ന ആദ്യത്തെ ശിക്ഷാവിധി എന്നുള്ള ഒരു പ്രത്യേകതയും ഈ കേസിനുണ്ടല്ലോ. ശിവദാസ് കന്മനം. തീർച്ചയായും അതുതന്നെയാണ് ഈ ഒരു കേസിന്റെ പ്രത്യേകത. കാരണം കൊല്ലപ്പെട്ട വ്യക്തിയുടെ മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. പക്ഷേ കൃത്യമായി തന്നെ പോലീസിന് ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അല്പസമയം മുൻപാണ് മൈസൂരുവിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതകത്തിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. മഞ്ചേരി സെഷൻസ് കോടതി അഡീഷണൽ ജഡ്ജ് എം തുഷാറാണ് വിധി പറഞ്ഞിരിക്കുന്നത്. കേസിലെ 1ാം പ്രതിയായ ഷൈബിൻ അഷ്റഫിന് 9 മാസവും 11 വർഷവും 9 മാസവുമാണ് തടവ് ശിക്ഷ. അതോടൊപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴ അടയ്ക്കണം. അതോടൊപ്പം കേസിലെ 2ാം പ്രതിയായ ഷിഹാബുദ്ദീന് 6 വർഷം തടവ്, 15,000 രൂപ പിഴ അടയ്ക്കണം. കേസിലെ 3ാം പ്രതിയായിട്ടുള്ള തടവ്, 15,000 രൂപ പിഴ അടയ്ക്കണം എന്നതാണ് ഇപ്പോൾ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ശിക്ഷാവിധി. കേരളം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് കൂടിയാണ് ഇത്. കാരണം 2019 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്ന് 2019 ഓഗസ്റ്റ് മാസത്തിൽ മൈസൂരുവിലെ ഒരു വീട്ടിൽ നിന്നുമാണ് പാരമ്പര്യ വൈദ്യൻ കൂടിയായിട്ടുള്ള ഷാബാസ് ഷെരീഫിനെ ഷൈബിൻ അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് നിലമ്പൂരിലെ മുക്കട്ടയിലെ വീട്ടിൽ താമസിപ്പിച്ച ഈ മൂലക്കുരുവിന്റെ ഒറ്റമൂലി സ്വായത്തമാക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുവഴി മരുന്ന് നിർമ്മിച്ച് അത് വിപണനം ചെയ്ത് പണം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ ഏകദേശം 1.25 വർഷത്തോളം ഈ വീട്ടിൽ പൂട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചിട്ടും ഈ ഒരു ഒറ്റമൂലിയുടെ രഹസ്യം ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഈ വൈദ്യൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നില്ല. ഇവരുടെ ഈ വീട്ടിൽ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം, ചങ്ങിലേക്കിട്ട് കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വന്നിരുന്നു. അത് വർഷങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം 2022ഓടെയാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം പുറത്തു വന്നത്. ആ സമയത്താണ് ഈ കേസിന്റെ ചുരുൾ അഴിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം 2020 ഒക്ടോബർ മാസത്തിലാണ് ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തുന്നത്. പിന്നീട് 2022 ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ അന്വേഷണം പോലീസ് ആരംഭിക്കുന്നത്. അതും പ്രതികളിൽ നിന്നുള്ള ആഭ്യന്തര ചില കലഹങ്ങൾ കാരണമാണ് ഇതിന്റെ ചില വിവരങ്ങൾ പുറത്തു വന്നത്. ഈ കേസിൽ ഉൾപ്പെട്ട ചില ആളുകൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസ് ഇവരെ പിടികൂടെ നിലമ്പൂർ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവർ പറഞ്ഞത് ഈ ഒരു കൊലപാതകത്തിന്റെ സൂചനകൾ നൽകിയതും അതോടൊപ്പം തന്നെ പെൻഡ്രൈവിൽ ഇവർ പകർത്തിയിരുന്ന അന്ന് കെട്ടിയിട്ട് പീഡിപ്പിച്ച ആ ദൃശ്യങ്ങളടക്കം കൈമാറിയതും ഈ സമയത്താണ്. അപ്പോഴാണ് ഈ വിവരം, കൊലപാതകത്തിന്റെ ഈ വിവരമെല്ലാം തന്നെ പോലീസും അറിയുന്നത്. ഇത് 2022 അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പല രീതിയിലും പോലീസ് അന്വേഷിച്ചിരുന്ന ഈ വീട് പൂർണ്ണമായും തന്നെ ഇവർ മാറ്റം വരുത്തി. അതായത് ഷാബാസ് ഷെരീഫിനെ കെട്ടിവെച്ചിരുന്ന, പൂട്ടിയിട്ടിരുന്ന ഈ വീട് പൂർണ്ണമായും തന്നെ ഇവർ മാറ്റിയിരുന്നു. പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പൂർണ്ണമായും അത് ക്ലീൻ ചെയ്തു. അങ്ങനെ ഒരു തെളിവ് പോലും കിട്ടാത്ത രീതിയിലുള്ള തെളിവ് നശിപ്പിക്കലാണ് ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പിന്നീട് ഷാബാസ് ഷെരീഫിനെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി എന്നതായിരുന്നു ഇവർ നൽകിയിരുന്ന മൊഴി. അതിനുശേഷം ദിവസങ്ങളോളം നാവികസേനയുടെ അടക്കം മുങ്ങൽ വിദഗ്ധർ ചാലിയാറിൽ എത്തി പരിശോധന നടത്തിയെങ്കിലും ഒരു അവശിഷ്ടം പോലും ലഭിച്ചിരുന്നില്ല. കാരണം ഈ കൊലപാതകം നടന്ന് 2 വർഷം അപ്പോഴേക്കും പിന്നിട്ടിരുന്നു. ആ സമയത്ത് ഒഴുക്കിൽപ്പെട്ട് അതെല്ലാം തന്നെ നശിച്ചു പോയിരുന്നു. അല്ലെങ്കിൽ പിന്നീട് ഈ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ എന്നിട്ടും പോലീസ് കൃത്യമായി തന്നെ ഇതിന്റെ തുടർ പരിശോധന തുടർന്നു. ഈ ഒരു കാറിൽ നിന്നും ലഭിച്ച ഒരു മുടി ഉണ്ടായിരുന്നു, അത് ഷാബാസ് ഷെരീഫിൻ്റെതാണ് എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
നിർണായകമായ ഒരു തെളിവുണ്ടായിരുന്നത്. മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കേസാണ്. ആ കേസിൽ കൃത്യമായി തന്നെ പോലീസിന് പരിശോധന നടത്തി തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്പസമയം മുൻപാണ് ഈ കേസിന്റെ വിധി കോടതി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഷാബാസ് ഷെരീഫിന്റെ കുടുംബം ആരും തന്നെ ഈ കോടതിയിൽ എത്തിയിരുന്നില്ല. കോടതി വിധി കേൾക്കാനും ഇവരുടെ ആരും എത്തിയിരുന്നില്ല എന്നത്. വളരെ നിർധനമായ ഒരു കുടുംബമാണ് ഷാബാസ് ഷെരീഫിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബം ആരും ഈ കോടതിയിലേക്ക് എത്തിയിട്ടില്ല എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ കേസിൽ ഒരു പൊൻതൂവൽ തന്നെയാണ് കേരള പോലീസിനെ സംബന്ധിച്ച്. കാരണം തെളിവുകളില്ലാതെ തന്നെ തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദം, തീർച്ചയായും ഏറെ വിവാദമുണ്ടായ കേസ് തന്നെയാണ്. പാരമ്പര്യ വൈദ്യനായിട്ടുള്ള ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയ കേസിൽ. ആ കേസിലാണ് 3 പ്രതികൾക്ക് ഇപ്പോൾ ശിക്ഷാവിധി പുറത്തു വരുന്നത്. ഷൈബിൻ അഷ്റഫിന് 11 വർഷം തടവും 11 വർഷത്തെ തടവാണ്. 11 വർഷവും 9 മാസവുമാണ് തടവ് വരുന്നത്. രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് 6 വർഷവും 6ാം പ്രതിക്ക് 3 വർഷവും 9 മാസവും തടവ് ശിക്ഷ കോടതി വിധിക്കുകയാണ്. മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മഞ്ചേരിയിൽ നിന്നും ശിവദാസ് കന്മനം.